നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ അടുത്ത എഡീഷന് നമ്മൾ 4 കൊല്ലം കാത്തിരിക്കണം. പക്ഷേ അടുത്ത എഡീഷന് ചില പ്രത്യേകതകളുണ്ട്. 2030 എന്ന് പറയുമ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 6 രാജ്യങ്ങളിലായിട്ടാണ് അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത്. പ്രധാനമായും 3 രാജ്യങ്ങളിലാണ് വേദികളെങ്കിലും മറ്റു 3 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടി കളികൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് അറിയേണ്ട 5 കാര്യങ്ങൾ, അതായത് 5 ചോദ്യങ്ങൾ 5 ഉത്തരം. എപ്പോഴാണ് അടുത്ത വേൾഡ് കപ്പ് ഉള്ളത്? 2030 വേൾഡ് കപ്പ് നടക്കുക ഈ പറഞ്ഞ പോലെ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ജൂൺ 11 ആരംഭിച്ച് ജൂലൈ 19 അവസാനിക്കുന്ന രൂപത്തിൽ. ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു ഡേറ്റ് ജൂൺ 8 ആരംഭിച്ച് ജൂലൈ 21 അവസാനിക്കുന്ന രൂപത്തിലായിരിക്കും 2030 വേൾഡ് കപ്പ് ഉണ്ടാവുക. ദെൻ ലൊക്കേഷൻസ് പ്രധാനമായും 3 രാജ്യങ്ങളിലാണ്. ഇവരാണ് ഇതിൻ്റെ മെയിൻ ഹോസ്റ്റ്മാർ. ആരൊക്കെയാണ്? യൂറോപ്പിൽ പോർച്ചുഗലും സ്പെയിനും, ആഫ്രിക്കയിൽ മൊറോക്കോ, അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം 6 രാജ്യങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞതോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ 3 രാജ്യങ്ങൾ കൂടാതെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം വേൾഡ് കപ്പ് നടന്ന രാജ്യത്ത് ഒരു കളി നടക്കുന്നുണ്ട്. ആദ്യ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ച രാജ്യത്ത് ഒരു കളി നടക്കുന്നുണ്ട്. അന്ന് 1930 ഉണ്ടായിരുന്ന ഒരേ ഒരു കോൺഫെഡറേഷൻ, അത് കോൺമെബോളാണ്. ആ കോൺമെബോളിൻ്റെ അന്നത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ രാജ്യത്തൊരു കളി നടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ അഡീഷണൽ 3 രാജ്യങ്ങൾ? ഒന്ന് ഉറുഗ്വായ്, ഒന്ന് അർജൻറ്റീന, ഒന്ന് പരാഗ്വേ. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സെൻറ്റനറി മാച്ച് 100-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് മോണ്ടിവീഡിയോയിലായിരിക്കും, അതായത് ഉറുഗ്വേയുടെ തലസ്ഥാനത്തായിരിക്കും. അത് അവിടെയാണ് 1930 ആദ്യ വേൾഡ് കപ്പ് നടന്നത് എന്നുള്ളത് കൊണ്ടാണ്. ദെൻ അടുത്തൊരു മത്സരം നടക്കുക അർജൻറ്റീനയിലാണ്. അതിൻ്റെ കാരണം അർജൻറ്റീന 1930 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചിട്ടുണ്ട്, അന്ന് റണ്ണേഴ്സപ്പാണ്. അപ്പോൾ അത് പരിഗണിക്കുന്നു. അടുത്തൊരു മത്സരം കോൺമെബോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്ന പരാഗ്വേയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു കാരണം ഫസ്റ്റ് ആൻഡ് ഓൺലി കോൺഫെഡറേഷൻ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദി ടൈം ഓഫ് 1930 എഡീഷൻ. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം പ്രധാനമായിട്ടും ഉണ്ട്. ഫോർമാറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ കണ്ട പോലെ 48 ടീമുകൾ ഈ പറഞ്ഞ പോലെ 12 ഗ്രൂപ്പുകളാക്കി, 4 ടീമുകൾ അടങ്ങുന്ന 12 ഗ്രൂപ്പുകളാക്കി അവരെ ഡിവൈഡ് ചെയ്തിട്ട് കളികൾ നടക്കും. അതിനുശേഷം റൗണ്ട് ഓഫ് 32 ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നടന്ന പോലെ തന്നെ റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ ആൻഡ് ഫൈനൽ. അപ്പോൾ ചോദിക്കും, അപ്പോൾ 64 ടീമുണ്ടെന്നാണല്ലോ കേട്ടത് ശരിയാണെങ്കിലും അത് പൂർണ്ണമായും ശരിയല്ല. 64 ടീമുകളെ അടുത്ത വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ പങ്കുവച്ചത് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ്. പക്ഷെ അതിന് ഫൈനൽ സാങ്ഷൻ വന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫിഫ കോൺഗ്രസ്സിലൊക്കെ തീരുമാനിക്കേണ്ടതാണ്. ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് ഒരു സ്റ്റഡി നടത്തും. ഈ വേൾഡ് കപ്പിൻ്റെ എക്സ്പാൻഷൻ 2030 വേൾഡ് കപ്പിൽ 64 ടീമുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തുമെന്ന് മാത്രമാണ്. അത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ 64 ടീമുകൾ കളിക്കാനുള്ള സാധ്യത തുലോം കുറവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.